ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ കായ്പള റെസിപ്പിയാണ്. പഴം ഫ്രൈ ആക്കിയിട്ടുള്ള കായ്പളയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ്. പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലോണം നട്ട്സ് ഇട്ട് കൊടുത്തേക്ക്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത്ര നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് കുറച്ച് കൂടുതലായാൽ കായ്പള കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, നല്ല മുഞ്ചിലെ കാണാൻ തന്നെ. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തത്. ഞാൻ ചെറിയ സ്ക്വയറാക്കിയിട്ടാണ് കട്ടാക്കിയത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ടാക്കിയാലാണ് നല്ല മൊഞ്ചിൽ ഉണ്ടാവുക ഫ്രൈ ആക്കിയാൽ. ഇനി കട്ട് ചെയ്ത് വെച്ചാൽ നേന്ത്രപ്പഴം ഓയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പിന്നെ പഴം അധികം കരിഞ്ഞു പോകാൻ പാടില്ല. ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം കോരി മാറ്റി വെക്കാം. ഇനി അതേ ഓയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റി വെക്കാം. ഇനി കുറച്ച് കറുത്ത മുന്തിരിയും ഫ്രൈ ആക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇനി ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ബാദാമും ഫ്രൈ ആക്കി എടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ. ഇതും സെറ്റായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് എന്താക്കുക, കോരി മാറ്റി വെക്കാം. ഇനി ഫ്രൈ ആക്കിയ പഴം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗളിലേക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം, നല്ലോണം വിസ്ക് ചെയ്തെടുക്കണം. ഇനി മുട്ടേൻ്റെ മിക്സറിലേക്ക് ഫ്രൈ ആക്കിയ പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് പാൻ വെച്ച് കൊടുക്കുക. ഈ പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കണം. ഇനി ചൂടായ പാനിലേക്ക് മിക്സ്ചർ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് സെറ്റായി കൊടുക്കണം. ഇനി ഇത് അടിച്ച് വെക്കുക. പിന്നെ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം, ഈ പാനിൻ്റെ അടിയിൽ ഒരു മൂടി വെച്ച് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ഹീറ്റിനനുസരിച്ചും പിന്നെ ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈം മനസ്സിലാവുക. കുക്കിൻ്റെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചെയ്യണം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടിയാൽ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മേൽഭാഗം സെറ്റായി വരുന്നുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ബദാമും ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ കൊണ്ട് സെറ്റായിട്ട് കൊടുക്കണം. നല്ല മുഞ്ചിൽ കാണാൻ തിന്നാൻ തോന്നില്ലേ? ഉണ്ട് എനിക്കറിയാം. പിന്നെ ഞാൻ നല്ല നട്ട്സ് ഇട്ട് നല്ലോണം ഗാർണിഷ് ചെയ്തേക്ക്. ഇനി ഇത് വീണ്ടും അടിച്ച് വെച്ച് കുക്ക് ചെയ്യണം. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രൈ ആക്കിയ കായ്പള സെറ്റായി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല മുഞ്ചിലെ കാണാൻ തിന്നാൻ തോന്നില്ല? ഉണ്ട് എനിക്കറിയാം. ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ ഈ ഫ്രൈ ആക്കിയ കിടിലൻ കായ്പോളയും അസലാണ്. മഴ ഉണ്ടെങ്കിൽ പൊളിക്കും. എന്നാൽ ഈ മൊഞ്ചുള്ള ഫ്രൈ ആക്കിയ കായ്പോള ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എൻ്റെ അടുത്ത നല്ല വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.